ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കി. എറണാകുളത്ത് നിന്ന് ടെക്നീഷ്യന്മാരെത്തി പ്രശ്നം പരിഹരിച്ചു. മീഡിയൻ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ 2 ദിവസമായി രോഗികൾ ദുരിതത്തിലായിരുന്നു. ആഷിഖ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആഷിഖ്, 2 ദിവസത്തെ പ്രതിസന്ധിയാണ് പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വാർത്തയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ഇമ്പാക്ട് കൂടിയാണ്. എന്താണ്, ടെക്നീഷ്യന്മാരെത്തി പൂർണ്ണമായി പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞോ? ധന്യ, വിഷയം പൂർണ്ണമായി പരിഹരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരണം തേടുമ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞിരുന്നത് ഇത് കാലഹരണപ്പെട്ട ഒരു ലിഫ്റ്റാണ്, ഇത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നിരന്തരം ലിഫ്റ്റ് പ്രവർത്തന രഹിതമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലിഫ്റ്റ് പൂർണ്ണമായും പുനഃസ്ഥാപിച്ചാൽ മാത്രമേ, മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പോൾ വാർത്തയുടെ ഒരു ഫലം എന്ന് കൂടി പറയാം. താൽക്കാലികമായി ലിഫ്റ്റ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2 ദിവസമായി ലിഫ്റ്റ് തകർന്നു കിടക്കുകയായിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ വാർത്ത വരുന്നതോടുകൂടിയാണ് കൂടുതൽ വേഗത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയും എറണാകുളത്ത് നിന്ന് ടെക്നീഷ്യന്മാരെ ഉടനടി എത്തിച്ച് ഈ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കാനുള്ള, താൽക്കാലികമായെങ്കിലും പ്രവർത്തന സജ്ജമാക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ ഡയാലിസിസിനായി 5ാം നിലയിലേക്ക് രോഗിയെ ചുമന്നുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ അതേ രോഗി ഡയാലിസിസ് നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിയായ ലിഫ്റ്റിലൂടെ താഴേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ആ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. എന്നാൽ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ പുതിയ ലിഫ്റ്റ് സ്ഥാപിക്കുകയും കൂടാതെ കൂടുതൽ സാങ്കേതിക പരിജ്ഞാനമുള്ള ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ ആശുപത്രിയിൽ നിയമിക്കുകയും വേണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വാർത്തയുടെ ഫലമായി താൽക്കാലികമായിട്ടാണെങ്കിലും ലിഫ്റ്റ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. താൽക്കാലികമായി അവിടുത്തെ രോഗികൾക്ക് ഒരു ആശ്വാസമായി എന്ന് പറയാം. ധന്യ. ശരി ആഷിഖ്.